ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമാണോ? പിന്നെ ഇന്നൊരു ഊട്ടിക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ജനുവരിയിലെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നാടുകാണി ചുരത്തുമ്മലാണ് കേട്ടോ. നാടുകാണി ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ വലിയ വ്യൂ ആണ്. ആ മഞ്ഞ് കോട മൂടിയിട്ട് ഇങ്ങനെ കാണുന്നത്. പക്ഷെ വലിയ തണുപ്പൊന്നുമില്ല, ചെറിയ തണുപ്പുള്ളൂ. ഞങ്ങൾ നല്ല തണുപ്പുണ്ടാവും വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ബസ് നിർത്തിയിട്ടോ. നല്ല വ്യൂ ആണ് അവിടെ കാണാൻ. നമ്മളെ തേയിലത്തോട്ടം കാണാനും അവിടുന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തിയിട്ടോ. തേയിലത്തോട്ടം കണ്ടിട്ടാണ് നിർത്തിയത്. നല്ല രസമല്ലേ കാണാൻ? എന്ത് ഭംഗിയാണ് ആ തേയിലത്തോട്ടം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ കാണാൻ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യേണ്ടി. ഇഷ്ടമാണോ, ഇഷ്ടമില്ലാത്തവരുണ്ടോ ഓക്കെ. ഞങ്ങളൊരു 7:30 ആയിക്കാണോ ഇവിടെ എത്തിയപ്പോൾ. അപ്പം ഞങ്ങൾ പിന്നെ അവിടുന്ന് കയറിങ്ങാണ്ട് പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ അവിടെ നിർത്തി കുറച്ച് നേരം കണ്ട് അവിടുന്ന് ബാത്റൂമിലൊക്കെ പോകാണ്ടായിനി. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ അതിന് മുമ്പ് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയിരുന്നു. അപ്പോൾ അത് കഴിച്ചു, രാവിലത്തെ ഭക്ഷണം കേട്ടോ. ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ നടന്ന്. പിന്നെയും കുറേ പോയിട്ടോ. പിന്നെ അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഹൗസ് ബോട്ടിൻ്റെ അവിടെ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോവാണ്, വണ്ടിയൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ വഴിയരികിൽ കണ്ടതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ കണ്ടോ കുതിരകൾ, ഇവിടെ കുതിര സവാരി ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു കേട്ടോ കുതിര സവാരിയൊക്കെ പോവാൻ. കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പോവാന്നൊക്കെ. പക്ഷേ കുട്ടികളൊക്കെ കയറ്റാൻ ഭയങ്കര പേടി. അപ്പോൾ അതിനൊന്നും ഞങ്ങൾ പോയില്ല. പിന്നെ കണ്ടോ ഇവിടെ ഈ ഇവിടുത്തെ പൂക്കളൊക്കെ പ്രത്യേക ഭംഗിയാണ് അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ബോട്ട് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി. കണ്ടോ തോണിയുണ്ട്, ബോട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോകട്ടോ. കുട്ടികൾ ബോട്ടിലാണ് പോയത്. ബോട്ട് യാത്രയൊക്കെ കുട്ടികൾ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നല്ല രസമല്ല പൂക്കൾ. ഇതിവർ എന്തോ ഒരു ബോട്ടിലിട്ടിച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. ചില പൂക്കളൊക്കെ, ചിലതൊക്കെ മണ്ണിൽ നല്ല ഒറിജിനലായിട്ട് തന്നെയാണ്. പക്ഷെ അതൊക്കെ വിൽക്കാനുള്ളതാണ്. നമ്മളതൊന്നും വാങ്ങിയാൽ നമ്മളെ നാട്ടിലുണ്ടാവില്ല. ഇത് കണ്ടോ,
അയാൾ കുതിരയിൽ പോകണുണ്ടോ. പിന്നെ ഞങ്ങളവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ തേയില ഫാക്ടറിയിലാണ് പിന്നെ പോയത്. അതൊന്ന് കാണാൻ പോയി. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി കാണാത്തവർക്ക്. അപ്പോൾ അതിങ്ങനെ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി പോകണം. എന്നിട്ട് നമ്മളവിടെ ക്യൂ നിൽക്കണം കേട്ടോ. ഇത്രയും ക്യൂ ആണ്, 3 വരി ക്യൂ ആണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് ഞങ്ങൾ കയറുക. അപ്പോൾ ഒരു സ്റ്റിക്കർ തരും. ആ സ്റ്റിക്കർ കയ്യിൽ കെട്ടിയിട്ട് നമ്മളിങ്ങനെ പോകട്ടോ. പോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഈ കാണാൻ പോകുന്നത്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് അപ്പോൾ ഇതൊക്കെ അവർക്ക് എന്താ പ്രൈസോ അവാർഡൊക്കെ കിട്ടിയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ് തേയില ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് തേയില ചെറുതായിട്ട് ഉണക്കിയിട്ട് അങ്ങനെ എടുക്കലാന്ന് തോന്നുന്നുണ്ട്. ഇത് ഈ തൂങ്ങി കിടക്കുന്നത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അത് മെഷീനിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്യും കേട്ടോ. തേയിലനൊക്കെ ക്രഷ് ചെയ്തിട്ടാണ് പിന്നെ മെഷീൻ ഇങ്ങനെ വേറൊരു മെഷീനിലോട്ടിടും. അപ്പോൾ ഇതാണ് ക്രഷ് ചെയ്യണ മെഷീൻ കേട്ടോ. അതിങ്ങനെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് ഇതിലോട്ട് തട്ടും. പിന്നെ നമുക്കവിടെ നിന്നിട്ട് ഒരുപാട് സമയമൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ ലൈന് ക്യൂ ആയിട്ട് ഇങ്ങനെ പോവുകയാണല്ലോ. ലൈനായിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണ്. കണ്ടോ, അതിനെ ക്രഷ് ചെയ്തിടുന്നുണ്ടോ ആ മെഷീനിൽ കണ്ടോ. കാണാത്തവരൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഞാൻ അഥവാ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. തേയില ഫാക്ടറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കേട്ടോ ഇത് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇങ്ങനെ ക്രഷ് ചെയ്ത് വരികയാണ്. പിന്നെ അത് ഉണ്ടോ താഴോട്ട് ചാടുന്നത് ഉണ്ടോ. ഇതാ ഇതിലെങ്ങനെ താഴോട്ട് ചാടും. ആ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ കുറേ പുറത്തേക്ക് ചിന്തുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കോണിമ്മ കൂടെ ഇങ്ങനെ താഴോട്ട് വരും. ഈ കുഴലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പിന്നെ താഴോട്ട് വരുന്നത്. പിന്നെ അതിനെ പൊടിച്ച് അരച്ചൊക്കെയാണ് വരുന്ന മെഷീനുകളാണ് കേട്ടോ ഇതൊക്കെ. ആ പച്ച കാണുന്നതൊക്കെ ചെറുതായിട്ട് അരിച്ചൊക്കെ വരുന്നതാന്ന് തോന്നും. അത് എല്ലാ ഇതും അവിടെ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ അരച്ച് തരിച്ച് വന്ന് ഇതിൻ്റെ ഉള്ളിലാണ് അത് ചാടുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ട്രേക്ക് പോയിട്ട് അതിങ്ങനെ ഉണങ്ങി വരും. ഫാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണങ്ങി വരും. കാണാൻ നല്ല രസമാണ് അവിടെ നിന്നിട്ട്. കണ്ടോ അതിങ്ങനെ കറങ്ങണുണ്ടോ. പിന്നെ അവിടെ കറങ്ങുന്നത് ഫാനാണ് കേട്ടോ. അതിനെ ഉണക്കിയെടുക്കുകയാണ്. പുറത്ത് പോയി ഇതൊക്കെ ചായപ്പൊടി ചാക്കുകളാക്കി വെച്ചതാണ് കേട്ടോ. കണ്ടോ ഇതൊക്കെ. ഇങ്ങനെ മെഷീനുകൾ മാറി ഇങ്ങനെ വരും. ഓരോ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് എല്ലാം ഉണങ്ങി അത് ഓരോ ട്രേ കൂടെ വന്ന് ഈ 4 ചാക്ക് ഇങ്ങനെ ചാടുകയാണ്. ഇവിടെ ഇങ്ങനെ ചാക്ക് ചെയ്യുക. പച്ച കാണുന്നിടത്ത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊക്കെ പിന്നെ പാക്കിങ് ചെയ്യണം കേട്ടോ. ഇവിടെ ഈ മെഷീൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. കണ്ടോ ലൈറ്റ് കത്തി. ഇതാ ഇവിടെ താഴെ ഒരു പച്ച കാണുന്നില്ലേ, അതൊക്കെ പാക്ക് ചെയ്ത് ആ മെഷീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അവർ നമുക്കൊരു ചായ തരും. എൻ്റെ ഞങ്ങൾ കോണിൻ്റെ മുകളിലായിരുന്നു. പിന്നെ ഇങ്ങനെ കോണി ഇറങ്ങിയിട്ട് താഴോട്ട് വരും. ഇപ്പോൾ ഇവിടുന്ന് ചായ തരും കേട്ടോ. ഉണ്ടോ നല്ല ചായയാണ്. ആ ചായ കുടിക്കാത്തവരാരും ഉണ്ടാവില്ല അവിടെ. നല്ല ടേസ്റ്റാണ് ആ ചായക്ക്. കുടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും.
അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ചായപ്പൊടി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ കൊടുക്കാൻ. കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങി. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അസ്സലാമു അലൈക്കും.